ഐക്യ കേരളം രൂപപ്പെട്ട് 69 വർഷം തികയുകയാണ് ഇന്ന്. അതായത് നവംബർ 1 കേരളപ്പിറവി ദിനം ആചരിക്കുമ്പോൾ കേരളത്തിന് 69 വയസ്സ് തികയുകയാണ്. 70 തികയാൻ ഒരു വർഷം മാത്രം ബാക്കി. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ 9 കൊല്ലത്തിലേറെയായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കി അതിദാരിദ്ര്യമുള്ളവർ ഇല്ലാത്ത രാജ്യത്തെ സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളത്തെ. വളരെ വലിയ ഒരു വൈരുദ്ധ്യമാണ് നാളെ ആഘോഷപൂർവ്വം നടക്കാൻ പോകുന്ന ഈ ചടങ്ങ്. ദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനും സന്തോഷിക്കാനും വകയുണ്ടാവുമായിരുന്നു. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അളവുകൾ? നാളെ അതിദരിദ്രരില്ലാത്ത കേരളമായി സംസ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിസമ്പന്നരായ 3 ആളുകൾ ചേർന്നാണ്. നടൻ മോഹൻലാൽ, നടൻ മമ്മൂട്ടി, വിഖ്യാത നടനായ കമലഹാസൻ. നടന്മാരെന്ന നിലയിൽ, ചലച്ചിത്ര പ്രവർത്തകരെന്ന നിലയിൽ ഈ 3 പേരെയും രാജ്യം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കോടീശ്വരന്മാരായ ഇവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരാഘോഷപൂർവ്വം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിക്കുന്നതിലെ വൈരുദ്ധ്യം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തിരിച്ചറിയേണ്ടതാണ്. ആലോചിച്ചു നോക്കൂ, കോടീശ്വരന്മാരായ ഈ 3 പേരാണോ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തേണ്ടത്? ഈ പ്രഖ്യാപനം ഒരാഘോഷമാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളെ സർക്കാർ കൊണ്ടുവരുന്നത്. അടുത്ത കാലത്തായി എന്തു കാര്യത്തിനും സിനിമാ താരങ്ങളെയും അതുപോലുള്ള സെലിബ്രിറ്റികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാം ആഘോഷമാക്കി മാറ്റുന്ന ഒരു പതിവ് കേരളത്തിലുണ്ട്, പ്രത്യേകിച്ചും പിണറായി സർക്കാരിനുണ്ട്. PR വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമവുമാണ് സർക്കാർ തുടരുന്നത്. ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2015 കാലത്ത് നടത്തിയ സർവേകളിൽ അതിദരിദ്രർ കേരളത്തിലുണ്ട് എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അത്രയും ആളുകളെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ദാരിദ്ര്യമില്ലാത്തവരാക്കി മാറ്റി എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇന്നും പട്ടിണി പാവങ്ങളായ ആളുകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സെക്രട്ടേറിയറ്റിനിടയിൽ ഏതാണ്ട് 1 വർഷത്തോളമായി സമരം നടത്തുന്ന ആശാവർക്കർമാർ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആശമാരുടെ വേതനം, അവരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. 1000 രൂപ വർദ്ധിച്ചപ്പോൾ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 21 തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ആശമാർക്ക് 21,000 രൂപ പ്രതിമാസം നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. അവർക്ക് ലഭിക്കുന്നതാകട്ടെ 6,000-7,000 രൂപയാണ്. പ്രതിദിനം 232 രൂപ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ 1000 രൂപയുടെ വർധനവ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശമാർ സമരം വീണ്ടും തുടരുകയാണ്. അപ്പോൾ അതിദരിദ്രർ നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ആശമാരുടെ ജീവിതം തന്നെ. ദിവസത്തിൽ 232 രൂപ ലഭിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയുക? ഈ സർവേ നടത്തിയത് ആരാണ്? അതിദരിദ്രർ ഇല്ലെന്ന് കണ്ടെത്തിയതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് സംബന്ധിച്ച റിപ്പോർട്ട് എവിടെയാണ്? ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നില്ല? ആദിവാസി മേഖലകളിൽ ഇന്നും പട്ടിണിയും ദാരിദ്ര്യവും നവജാത ശിശുക്കളുടെ മരണവും എല്ലാം ആവർത്തിക്കുകയാണ്. അപ്പോൾ ആദിവാസി മേഖലകളിൽ പട്ടിണിയില്ലേ? ദളിത് മേഖലകളിൽ പട്ടിണിയില്ലേ? ദാരിദ്ര്യമില്ലേ? ഇത്തരം ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ പുലേ മഹാസഭ നവംബർ 1 കരിദിനമായി ആചരിക്കുകയാണ്. കാരണം സർക്കാരിൻ്റെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള പുലേ മഹാസഭ കരിദിനമായി ആചരിക്കുകയാണ്. അപ്പോൾ ദളിതരെയും ആദിവാസികളെയും അതുപോലുള്ള പിന്നോക്കക്കാരെയും എല്ലാം അവഗണിച്ചുകൊണ്ട് നടത്തിയ ഒരു സർവേയുടെ ഫലമായിരിക്കണം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന സർക്കാരിൻ്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ പ്രഖ്യാപിക്കാൻ
കോടീശ്വരന്മാരായ നടന്മാരുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശ ശുദ്ധിയെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു.